السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, ബനു മഖ്സൂം ഗോത്രം, ആ ഗോത്രക്കാർ ബിംബാരാധകരാണ്. ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അവർ ബിംബങ്ങളെ കണ്ടു വണങ്ങുമായിരുന്നു. ആ ഗോത്രക്കാരുടെ അടിമകളായിരുന്നു യാസിറും കുടുംബവും. യാസിർ യമൻ സ്വദേശിയാണ്. മക്കത്ത് വന്ന് താമസമാക്കി. യാസിറിന്റെ ഭാര്യ സുമയ്യ, മക്കൾ അമ്മാർ, അബ്ദുള്ള എല്ലാവരും അടിമകളായിരുന്നു. ഗോത്രത്തിന് വേണ്ടി പണിയെടുക്കുക, അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. ദാരിദ്ര്യം തന്നെ, അതിൽ നിന്ന് മോചനമില്ല. കാരണം അടിമകളല്ലേ. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി വരുന്നത്, ഇസ്ലാം ദീനിലേക്കുള്ള വിളി വരുന്നത്. ഇഹലോകത്തും പരലോകത്തും വിജയമാണ്. സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക. അതിനെന്ത് തടസ്സം? യാസിർ കുടുംബം ചർച്ച ചെയ്തു, ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിങ്ങളായി. പ്രകാശം മൂടി വയ്ക്കാനാവില്ലല്ലോ. യാസിർ കുടുംബം ഇസ്ലാം ദീൻ സ്വീകരിച്ച കാര്യം ബനു മഖ്സൂം ഗോത്രം അറിഞ്ഞു. അവരെല്ലാവരെയും പിടികൂടി. യാസിറും കുടുംബവും ഇസ്ലാം ദീനിൽ നിന്ന് മടങ്ങണം. ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവന്റെ പ്രവാചകനിലും ഞങ്ങൾക്ക് സത്യം വ്യക്തമായി. ഞങ്ങൾ വിശ്വസിച്ചു. സത്യം വ്യക്തമായിട്ടും വിശ്വസിക്കാതിരിക്കാൻ വലിയ ധിക്കാരമായിരുന്നു. ഈ ധിക്കാരമൊന്നും ഇവിടെ കേൾക്കണ്ട. അടിമകളായ നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിക്കരുതെന്നും തീരുമാനിക്കേണ്ടത് യജമാനന്മാരായ ഞങ്ങളാണ്. ബനു മഖ്സൂം അത് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ലാത്തയിലേക്കും മനാത്തയിലേക്കും മടങ്ങണം. ബനു മഖ്സൂമിന്റെ കൽപ്പനയാണിത്. ബനു മഖ്സൂമിനോട് ഞങ്ങൾ യാതൊരു നന്ദികേടും കാണിച്ചിട്ടില്ല, വിശ്വാസവഞ്ചന നടത്തിയിട്ടില്ല. മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കും. ഇതിൽ എവിടെയാണ് തെറ്റ്? പെട്ടെന്ന് അടിപൊട്ടി പറഞ്ഞതിനനുസരിച്ചാൽ മതി. തയ്യാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ധിക്കാരികൾ, നിങ്ങളെ മര്യാദ പഠിപ്പിച്ചു തരാം. അടിയും തൊഴിയും ബോധം കെടും വരെ യാസിർ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു. ഭാര്യയായ സുമയ്യ റളിയല്ലാഹു അൻഹുവും മർദ്ദനം ലഭിച്ചു. മക്കൾ അമ്മാറിനെയും അബ്ദുള്ളയെയും വെറുതെ വിട്ടില്ല. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും ക്രൂരമായ മർദ്ദനമാണ്. ഇരുമ്പിന്റെ കവചം കൊണ്ടുവരികയാണ്. യാസിർ റളിയല്ലാഹു അൻഹുവിനെ അത് ധരിപ്പിച്ചു. ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ കൊണ്ടിട്ടു. ഇരുമ്പിന്റെ കവചം ചൂട് പിടിപ്പിച്ചു. അതിനകത്ത് മനുഷ്യ ശരീരം ചൂടുകൊണ്ട് കരിയാൻ തുടങ്ങി. തൊലി കരിഞ്ഞ മണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ആ ശരീരം പുറത്തെടുത്തു. തളർന്നു പോയിരുന്നു, നേരെ നിൽക്കാനാകുന്നില്ല. നീ മുഹമ്മദിന്റെ മതം കൈവടിയുമോ? കാരുണ്യവാനായ അള്ളാഹുവേ, എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തേണമേ. വിശ്വാസം പതറിപ്പോകാതെ കാത്തു രക്ഷിക്കണമേ. എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിവ് നൽകണമേ. ഉള്ളൊരു കഴിയ പ്രാർത്ഥനയാണ്. എന്നിട്ടും നിന്റെ ധിക്കാരം അവസാനിച്ചില്ല എന്ന് ശത്രുക്കൾ പറയുകയാണ്. വെള്ളത്തിൽ തല പിടിച്ചു താഴ്ത്തി, ശ്വാസം കിട്ടുന്നില്ല. പിന്നെ ശിരസ്സു പിടിച്ചുയർത്തി മുഖത്തടിച്ചു. സന്ധ്യാ നേരത്ത് യാസിർ കുടുംബം താമസിക്കുന്ന കൊച്ചു കൂരയുടെ സമീപത്തെ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വന്നു. ദുഃഖം കൊണ്ട് ആ മുഖം വാടിയിരുന്നു. യാസിർ കുടുംബമേ, ക്ഷമ കൈകൊള്ളുക. നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വർഗമാകുന്നു. ക്ഷമ പ്രവാചകൻ അത്രയും പറഞ്ഞു നടന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.